നമസ്കാരം. ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിലെ ബി.ജെ.പി. പാർട്ടി അനുകൂലികളുടെ വോട്ടുകൾ കൂട്ടമായി തൃശൂർ മണ്ഡലത്തിലേക്ക് ഇറക്കുമതി ചെയ്തിരിക്കുന്നു എന്നുള്ള ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഇടതുപക്ഷം. നഗരത്തിലെ ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ച് ബി.ജെ.പി. വ്യാപകമായി വോട്ട് ചോർത്തിയിട്ടുണ്ട് എന്നും തൃശൂർ നിയമസഭാ മണ്ഡലത്തിൽ മാത്രം 9,000-ലധികം പേർ ഇങ്ങനെ അനധികൃതമായി എത്തിയിട്ടുണ്ട് എന്നും CPIയുടെ നേതാവും VS സുനിൽകുമാറിന്റെ ചീഫ് ഇലക്ഷൻ ഏജന്റുമായ KP രാജേന്ദ്രൻ ആരോപിച്ചിട്ടുണ്ട്. മണ്ഡലത്തിൽ സ്ഥിരതാമസ ല്ല എന്ന് കാണിച്ച് LDF ബൂത്ത് ഏജന്റുമാർ ഈ വോട്ടർമാരെ തടഞ്ഞതിനെ തുടർന്ന് പൂങ്കുന്നം ഹരിശ്രീ സ്കൂളിലെ പോളിംഗ് ബൂത്തിൽ ഏറെ നേരം വോട്ടെടുപ്പ് തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. BJPക്ക് ഇവിടെ ജയിച്ചേ മതിയാകൂ എന്നതിനാലാണ് അവർ തൃശൂരിൽ വ്യാപകമായി കള്ള വോട്ടുകൾ ചേർത്തിരിക്കുന്നത് എന്നാണ് KP രാജേന്ദ്രൻ പറയുന്നത്. ആലത്തൂരിൽ അവർ ജയിക്കില്ല, അതുകൊണ്ട് തന്നെ തൃശൂരിൽ താമസക്കാരല്ലാത്തവരുടെ പേരുകൾ ഇവിടുത്തെ ഫ്ളാറ്റുകളുടെ അഡ്രസ്സിൽ വോട്ടർ പട്ടികയിൽ ചേർക്കുകയായിരുന്നു. അവസാന വോട്ടർ പട്ടിക പുറത്തു വന്നപ്പോൾ തൃശൂർ നിയമസഭാ മണ്ഡലത്തിൽ മാത്രം 10,000-ഓളം വോട്ടുകൾ വർദ്ധിച്ചത് ഇതുമൂലമാണ് എന്നുമാണ് CPI ആരോപിക്കുന്നത്. ചിലർ മറ്റു സ്ഥലങ്ങളിലെ പേര് വെട്ടിയും ചിലർ ഇരട്ട വോട്ടുമായാണ് ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. ഇത് പരിശോധിച്ച് രേഖാമൂലം തന്നെ ഞങ്ങൾ പരാതി നൽകിയിട്ടുണ്ട്. പൂങ്കുന്നത്തെ 40-ാം നമ്പർ ബൂത്തിൽ ഇവിടെ താമസക്കാരല്ലാത്ത 44 പേരെ BLO വന്ന് പരിശോധന നടത്തി കണ്ടെത്തിയിരുന്നു. അവരെല്ലാം തന്നെ ഇപ്പോൾ വോട്ട് ചെയ്യാൻ എത്തിയിരിക്കുകയാണ് എന്നുകൂടി അദ്ദേഹം ആരോപിക്കുന്നുണ്ട്. അതേസമയം വോട്ടർ പട്ടികയിൽ പേരുള്ളവരെ LDF അനധികൃതമായി തടയുകയാണ് എന്നാണ് BJP പറയുന്നത്. CPM BJPക്ക് വോട്ട് കൊടുത്ത കാര്യം TN പ്രതാപൻ രാവിലെ പറഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ VS സുനിൽകുമാറിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള വളരെ ഗൗരവമായ ഒരു ആരോപണം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും തൃശൂരിൽ LDF അപകടം മണത്തു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ടാണ് അവസാന നിമിഷം ഈ ഒരു അടവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. നമുക്കറിയാം, തൃശൂരിലാണ് BJPക്ക് ഏറെ പ്രതീക്ഷകൾ ഉള്ളത്. അവിടുത്തെ ഒരു സാമുദായിക സമവാക്യങ്ങളൊക്കെ 5 വർഷത്തിനിപ്പുറം വലിയ തോതിൽ മാറി മറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ക്രിസ്തീയ വോട്ടുകളിൽ ഉൾപ്പെടെ BJPക്ക് വലിയ പ്രതീക്ഷയുണ്ട്. ആ സാഹചര്യത്തിലാണ് ഈ പരാജയ ഭീതി കാരണം ആലത്തൂരിൽ നിന്നും വോട്ട് തൃശൂരിലേക്ക് ഇറക്കുമതി ചെയ്തു എന്നതടക്കമുള്ള ആരോപണങ്ങളുമായി LDF അവസാന മണിക്കൂറുകളിൽ രംഗത്തെത്തിയിരിക്കുന്നത്. ഈ കോൺഗ്രസിന് പിന്നാലെയാണ് ഇപ്പോൾ CPIയും BJPയെ കടന്നാക്രമിക്കുന്നത്. അങ്ങനെ ഇരുപക്ഷവും ചേർന്ന് BJP ആക്രമിക്കുന്നുണ്ട് എങ്കിൽ അതിനർത്ഥം അവിടെ BJPക്ക് സാധ്യതയുണ്ട് എന്നുകൂടിയാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.